പാവച്ചുകാരൻ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി. ആരോ എടുത്തിട്ട് ഇവരുടെ ഫാമിലി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ആക്കാതിരിക്കില്ല. ഈ വാവച്ചുകാരൻ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി. ഞാൻ കാരണം പറഞ്ഞു കുറച്ച് ഓവറായി പോകട്ടാ. അപ്പൊ ഞങ്ങള് കാരണം അമ്മ കാരണം ഞങ്ങൾ 3 പേരും ഇൻക്ലൂഡ് ആയിക്കോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മാസമായിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വീഡിയോ ഇടാത്തതുകൊണ്ടും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം പോകും നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ വിട്ടതായിരുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോ എപ്പോഴെങ്കിലും ഇടാതിരുന്നതിന് ശരിയാവില്ല. ഫസ്റ്റ് തന്നെ പറയാം, ശരിയാവില്ല പറഞ്ഞാൽ കുറെ കടിച്ചുകളും എന്താ പറയുക ചൊറിച്ചില് പിടിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എന്തോ കണ്ടിട്ട് തലയിൽ തൂക്കി നടക്കുന്ന ആൾക്കാര്. അപ്പൊ അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേസ്. അതെ, അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് അറിയുന്നവർക്കാണ് ഈ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് എന്താ പറയുക, നോർമലി കാര്യങ്ങളൊന്നും ഞങ്ങള് എടുത്ത് ഇടില്ല, പേരും കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പൊ ഇത് എന്താ പറയാ, നോർമലി അറിയാത്ത ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അറിയുന്നവർ മാത്രമേ കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു, എല്ലാവർക്കും ചിലപ്പോ യൂസ് ആവും. അതെ, അപ്പൊ കേസ് എന്താ സംഭവം എന്ന് വെച്ചാല് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പയ്യനായിട്ട് ഇഷ്ടത്തിലാണല്ലോ. അവര് ഇന്റർകാസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിലും ഡെയിലി പുറത്ത് കാര്യങ്ങളൊക്കെ പോണ സമയത്ത് അവരിനെ ഇടയ്ക്ക് കാണാറുണ്ട്. ഇങ്ങനെ പുറത്ത് വെച്ച് രണ്ടാളും കൂടിയിട്ട് ഇപ്പൊ നമുക്കറിയാലോ സ്നേഹിച്ച് നടക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ മീറ്റ് ചെയ്യലും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ കാണാറുണ്ട്. കറങ്ങാനും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അപ്പൊ എന്തായാലും നമ്മളാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് അവനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. പിന്നെ അവനെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവന്റെ അടുത്ത് അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ലല്ലോ. അവന്റെ വീട്ടുകാരാവാൻ നമുക്ക് പറ്റില്ലല്ലോ. അത് പിന്നെ അതുപോലെ തന്നെ നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സ്നേഹിച്ചതാണ്, ഞങ്ങൾക്ക് അതിന്റെ ഫീലിങ്സ് കാര്യം നമുക്ക് മനസ്സിലാവല്ലോ. പിന്നെ അതുപോലെ അവര് കറങ്ങാൻ പോണ സമയത്ത് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് സീനായിട്ട് നിൽക്കായിരുന്നു. അതായത് കുറച്ച് മുന്നേ അവരുടെ വീട്ടുകാർക്ക് കണ്ട കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇവളാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് കുറച്ച് പിള്ളേരിനൊപ്പം ഇരിക്കണം. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ കുറച്ച് അടുത്തുള്ള ഒരു കൂട്ടത്തോടെ ഇരിക്കില്ല. അപ്പൊ അതുപോലെ ഇരിക്കുന്ന ടീമുണ്ട്. കാര്യങ്ങൾ ഇവളിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് അവർക്ക് കാര്യങ്ങൾ ഫുള്ളായിട്ട് അറിയാം. അതെ, മാക്സിമം അവർക്കാണ് അറിയാം ആദ്യമേ. എന്നിട്ട് ഇവര് ഒരു ദിവസം ഇവരെല്ലാരും കൂടെ പർച്ചേസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും ഈ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തുമല്ലോ കാണാൻ വേണ്ടി, അതായത് സ്നേഹിക്കുന്ന ആളെ. അപ്പൊ അവരങ്ങനെ വിളിച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അവര് മീറ്റ് ചെയ്യണമെന്നുള്ളത് ആരോ പറഞ്ഞിട്ട് ബ്രദറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇവൻ പോയിട്ട് അവന്റെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടായി. പിന്നെ അതിനുശേഷം അവിടെ പോയിട്ട് ഇരിക്കാനും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അതെ, അവിടെ നിന്ന് ഇരിക്കലും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പിന്നെ ഇവിടെ അതായത് അമ്മന്റെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങിയല്ലോ. അതായത് ഫ്രീ ആവുന്ന സമയത്ത് പ്രഗ്നന്റ് ആണ്. അതെ അതെ, ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഇപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡെയിലി ഞങ്ങൾ വീട്ടിലോട്ട് പോകും. അപ്പൊ ഈ ഇവിടെ വീട്ടിൽ വന്ന് ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് അവളെ കാണുമല്ലോ. അതെ, കാണുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ രീതിയിൽ പോകും. ഓരോന്നോരോന്നിട്ടത് എന്താ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്താണ് ചേച്ചി ഇങ്ങനെ വീട്ടിൽ പെട്ടു, ഇങ്ങനെ സീനായി, അതിന്റെ പേരിൽ കുറെ ഇഷ്യൂസും കാര്യങ്ങളും തല്ലലും പിടിക്കലും അങ്ങനെ കുറെ കാര്യങ്ങൾ അവള് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതും ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഈ ഓർഡർ ആയിട്ട് പറയണെന്ന് വെച്ചാൽ ഞങ്ങൾ അവള് പറഞ്ഞതാണ്. ഞങ്ങൾ പറയുന്നത് അതായത് ഞങ്ങള് കോൾ ചെയ്ത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊരു നുണ പറയുന്നത് പോലെയാണല്ലോ. അവളാണെന്നുണ്ടെങ്കിലും ഞാനും വീഡിയോയിൽ നിൽക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കുഴപ്പമില്ല, ഞങ്ങൾ പറയാന്നുള്ളൊരു ബേസിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ അവിടെ ഡെയിലി വരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാവിച്ചിന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മ ഇവിടെ ആയിരുന്നല്ലോ. അതായത് കുട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അമ്മ ഇവിടെ കണ്ടിന്യൂ ആയതുകൊണ്ട് തന്നെ അവളും അവനും കൂടിയിട്ട് കുട്ടീനെ കാണാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ, ചിങ്ങുനെ കാണാനായിട്ട്. ഇവിടെ വെച്ച് നമ്മൾ മുമ്പുള്ള വീട്ടിൽ കാണാനും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. കാരണം അവിടെയാണെന്നുണ്ടെങ്കിലും അമ്മയും ഇല്ല. അപ്പോൾ അവരിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കുട്ടീനെ കാണുന്ന ഒരു പേരിൽ വരും, അവർ കാണും, അവരുടെ വീട്ടിൽ പോകും. അതേപോലെ തന്നെ ഈ പറയുന്ന ആളുടെ ബ്രദറിന്റെ വരാറുണ്ട്, വീട്ടിൽ വന്ന് കുട്ടീനെ കാണാൻ വരാറുണ്ട്. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് സ്നേഹിക്കണു, അവര് കറങ്ങാൻ പോകണു, അങ്ങനെയുള്ള ബേസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിൽ ഞങ്ങൾക്കൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും അതേ ഒരു ഇത് കഴിഞ്ഞ് വന്ന ആൾക്കാർ. അപ്പൊ നമ്മൾക്ക് അവര് സ്നേഹിക്കുന്നതിന്റെയും കാര്യങ്ങളും ഇമ്പോർട്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം. നമുക്ക് അതൊന്നും വലിയൊരു എന്താ പറയുക ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല അല്ലേ. ഇതാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടിട്ടായിരിക്കും സംസാരിക്കുക. കാരണം നമ്മളുടെ അനുഭവങ്ങളാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയും. മറ്റൊരാളുടെ ഇതാവുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം മെയിനായിട്ട് പറയാൻ പറ്റും. ബാക്കി ഉള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വരെയാണ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അച്ഛൻ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പോകണം എന്നുള്ള ഇതിൽ അമ്മ പോയിട്ടുണ്ടായിരുന്നല്ലോ അവൻ. അപ്പൊ പിന്നെയും ആ വീട്ടിലേക്ക് വന്നു പോകണ ഒരു ഇത് ആ കുട്ടി കണ്ടിന്യൂ ചെയ്തു. വീട്ടിലേക്ക് സ്ഥിരം വരാറുണ്ടായിരുന്നു. ഞങ്ങളാണെന്നുണ്ടെങ്കിലും അതായത് ചിങ്ങോട് വന്നപ്പോൾ അമ്മ പോയതിനു ശേഷമാണ് ഞങ്ങൾ ഡെയിലി വീട്ടിലേക്ക് പോകാറുണ്ട്. കാരണം കുട്ടീനെ അവർക്കും കാണണല്ലോ. അമ്മ ആ ഒരു 6
മാസം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഡെയിലി അവിടെ പോവാറുണ്ട് അല്ലേ അവ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിനുശേഷമാണ് ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ അവളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണത്. അതായത് കുറെ ഇഷ്യൂസും കാര്യങ്ങളും കാര്യമായിട്ടൊക്കെ വരുന്നത്. അതായത് എന്റെ റിലേഷന് വീട്ടുകാർക്ക് താല്പര്യമില്ല കേട്ടോ കേസ്. അപ്പൊ ഇവിടെ എന്താണ് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് പെണ്ണ് കാണാൻ വേണ്ടി ആൾക്കാരിനെയൊക്കെ കുറച്ച് കൊണ്ടുവന്നു. അവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ള ടീമാ തോന്നുന്നു. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നല്ല പറ്റി. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് വീട് കഴിച്ചിക്ക് വേണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വെക്കുന്ന അങ്ങനെ എന്തോ സമയത്ത് അവള് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് അവള് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പയ്യനെ ഇഷ്ടമാണ്, എനിക്ക് അവനെ അവനെ കെട്ടുള്ളൂ ഓപ്പണായി പറഞ്ഞു. അപ്പൊ അത് അവർക്ക് ആർക്കും പറ്റിയില്ല. അതിന്റെ പേരിൽ അവൾക്ക് നല്ല രീതിക്ക് പ്രഷർ കിട്ടി, നന്നായിട്ട് അവളെ തല്ലിന്നൊക്കെയാണ് പറഞ്ഞല്ലോ. അവൻ നല്ലപോലെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ പേരിൽ ഡെയിലി അവളുടെ വീട്ടിൽ ഇഷ്യൂ ആണ്. ഇവര് അതിന്റെ വീട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അതായത് അവളുടെ അടുത്ത് സംസാരിക്കലും കാര്യങ്ങളും ഒന്നുമില്ല. അവളൊരു ഒറ്റപ്പെടുത്തി നിർത്തിയിട്ട് അങ്ങനെയാണ് ആ വീട്ടിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എന്താണ് ഇവള് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവളും അതുപോലെ ഫാമിലി ആയിട്ട് ഓണത്തിന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഇവളും കൂടെ എടുത്ത് പിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളും കണ്ടിട്ട് ഞങ്ങളും വിചാരിച്ചാൽ ഇതെന്താ സംഭവം, വീടിൻ്റെ അടുത്ത് ആൾക്കാരും ഉണ്ട്, ഇവരും സെയിം അമ്പലത്തിൽ ഫോട്ടോ ഇട്ടിരിക്കുന്നത്, അപ്പൊ എല്ലാം ശരിയായി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. സംഭവം അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് ഇവര് സ്റ്റോറി ഇട്ടത് ആരോ എടുത്തിട്ട് ഇവര് ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടില്ലേ, അതായത് ആ കുട്ടീൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ട് എല്ലാവരും അറിയിച്ച ഫോട്ടോ ഇട്ടിട്ട്. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ അവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ അവൻ. ഗൈസ് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളില്ലേ ഒരു ദിവസം റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് വന്നത്. അതായത് മലമ്പുഴയിൽ ഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അവൻ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയതുകൊണ്ട് ചിങ്ങടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടിനെയും ഫുൾ ഷൂട്ടും കൊണ്ട് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മനെ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് പോകാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവില്ല. അപ്പോൾ അവള് പറഞ്ഞു ഞാനും വരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ നോർമലി കാറിലാണ്. അപ്പോൾ ഒരാൾ ഇപ്പോൾ എക്സ്ട്രാ വന്നുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ശരി വീട്ടിലാരുള്ള അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉണ്ടായിരുന്ന ആ കുട്ടിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ടാണ് അവൾ വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മലമ്പുഴ പോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വാവിച്ച് ചിങ്ങടിന് ഫീഡ് ചെയ്യണോണ്ട് തന്നെ അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് പ്രശ്നം ആവില്ലല്ലോ ചോദിക്കുമ്പോ ഇല്ല ഞാൻ എന്റെ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല, അവൻ വീട്ടിൽ പറയാം, അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയും, വീട്ടിൽ പറയും. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ തന്നെ പറഞ്ഞു. അവള് കൂടുതൽ വിശ്വാസം വെച്ചത് ബ്രദറിന്റെ. അതെ അങ്ങനെയാണ്, ശരിക്കും അങ്ങനെ തന്നെയാണ് സത്യം. അപ്പൊ അതിനുശേഷം വാവിച്ചിക്ക് ഫീഡ് ചെയ്യാൻ അടുത്ത ഡ്രസ്സ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അവളെ കൊണ്ട് വിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു, അമ്മനെയും വിടണല്ലോ. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ശരി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് പറയാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ കാറിൽ ഫോൺ കണക്ട് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ മുമ്പിൽ തന്നെ അവൾ വിളിച്ചിട്ട് ഇങ്ങനെ ചേച്ചിക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാറ്. അപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ അവൻ. അതേ സ്പോട്ടിൽ തന്നെയാണ് എന്നെയും വിളിച്ചത്. വാവച്ചിനെ അപ്പൊ തന്നെ വിളിച്ചിട്ട് എന്താ ചോദിച്ചു പറഞ്ഞു കൊടുക്കുക. അതായത് അവൾ എവിടെയാ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഉണ്ട് പറഞ്ഞു. അപ്പൊ എവിടെയാണ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരും പറഞ്ഞു. ആ ശരി വൈകോ ചോദിച്ചു. ഇല്ല ഇതാ ചായ കുടിച്ച് കഴിഞ്ഞ് വരും വേണ്ടി പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ കട്ട് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അമ്പലത്തിലൂടെ ഇറങ്ങുമ്പോ തന്നെ എന്താണ് ഞങ്ങൾക്കൊരു ഇതില് ബേബി അതായത് വാവിച്ചി അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ആക്കാതിരിക്കില്ല. അവള് പറഞ്ഞു ഇല്ല അവൻ പറഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ. അതായത് വാവിച്ചിക്ക് അവന്റെ ഒരു ക്യാരക്ടർ അറിയുന്നതുകൊണ്ടാണ് വാവിച്ചി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവളും അവനെ വിശ്വസിച്ചു എന്ന് പറയാം അല്ലെ. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി അവളുടെ വീട്ടിൽ പോയി ശരിക്കും നടന്നല്ലേ സത്യം. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഫ്രണ്ടിലിരിക്കുക, വാവിച്ചെന്റെ തൊട്ടിരിക്കുക. ഇരിക്കുന്ന സമയത്ത് ആ കുട്ടിന്റെ അച്ഛൻ കയറി വന്നിട്ട് നീ എന്റെ മകളെ കൊണ്ടുപോയ ഞാൻ പറഞ്ഞു അവൾക്ക് 12 വയസ്സായിട്ടുണ്ട്, അവൾക്ക് വരാൻ താല്പര്യം ഞാൻ എന്തായാലും. അപ്പോ നോർമലി ഇപ്പൊ ഞാൻ ഇരിക്കണു എന്റെ മുമ്പിൽ വാവിച്ചെടുത്ത് ഒരാൾ വന്നിട്ട് അതിപ്പോ ഏതവനായിക്കോട്ടെ ഒരാൾ വന്നിട്ട് പറയുമ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അപ്പൊ എനിക്കത് പറ്റാണ്ടായപ്പോ ഞാൻ ഇറങ്ങിപ്പോയിട്ട് എന്താണെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് ചൂടായപ്പോൾ എനിക്ക് നല്ല രീതിക്ക് പ്രഷർ അടിച്ചു. നമുക്ക് ചില സമയത്ത് കയറി വരുന്നത് നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു അച്ഛനായതുകൊണ്ട് ഞാൻ തല്ലിയില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും അയാളെ തല്ലിയിട്ടുണ്ടാവും. ഏതാ ബ്രദറിന്റെ മേലത്തിന് 100% തെറ്റ്. കാരണം എന്താ വെച്ചാൽ അവൻ അന്ന് ആ വീട്ടിൽ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇത്രയും ഇഷ്യൂ ഉണ്ടാവില്ല, അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതായത് അവളുടെ അടുത്ത് പഠിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവൾ അങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ഒരു കൂട്ടിപ്പെട്ട പോലെ ഇരിക്കുമ്പോ അവൾ ആ ശരി നിങ്ങളപ്പം മലമ്പുഴയ്ക്ക് വരാണ്ട് വന്നു അങ്ങനെ റിലാക്സ് മോഡിലായിരിക്കും മൂപ്പര് ചിന്തിച്ചിട്ടുണ്ടാവല്ലോ. ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഇവ കേറി വന്നു. പക്ഷെ ഇതിനു മുമ്പ് അവിടെ വണ്ടി അല്ല അത് ആ ഒരു സമയത്ത് തന്നെ ഈ പ്രശ്ന സമയത്ത് തന്നെ അവളുടെ അമ്മ വന്നിട്ട് എന്താണ് മകളുടെ കാര്യമുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുറത്താരും അറിയാൻ പറഞ്ഞു. അപ്പോൾ വാവിച്ച് പറഞ്ഞ വെച്ചിട്ട് അവർക്ക് നല്ല സൗണ്ടാണെന്നാണ് എൻ്റെ അടുത്ത് വന്നിട്ട് സ്വകാര്യം. ഞാൻ എന്നിട്ട് വശത്ത് വെച്ചാൽ ഇന്ന് ഇത്രയും സൗണ്ടുള്ളൂ ചോദിച്ചു. സംഭവം അതല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുസ്ലിം വായിച്ച് ഹിന്ദു നിങ്ങൾക്കറിയില്ല, ഇന്റർ റിലീജിയാണ് ഞങ്ങൾ. അപ്പോൾ ജാതി പേര് വെച്ചിട്ടും കുറേ പറഞ്ഞു.
അത് ഒരിക്കലും ഇതായിട്ട് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതൊക്കെ ഉപ്പാനെയൊക്കെ ചേർത്ത് വിളിച്ചപ്പോ എനിക്ക് പറ്റിയില്ല. ഞാൻ പെണ്ണാണോ അതാന്ന് നോക്കില്ല. എന്റെ ഒന്നാമത് എനിക്ക് വാപ്പനെ പറഞ്ഞ അത്രയും കാര്യം. അപ്പൊ അതുകൊണ്ട് മൂപ്പനെ പറഞ്ഞപ്പോ എനിക്ക് പറ്റിയില്ല. ഞാൻ നല്ല രീതിക്കാണ് പറഞ്ഞു. തല്ലാതെ വിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പേരന്റ് ആണ്. അവരിന്റെ ഒരു നമുക്ക് മനസ്സിലാവണതുകൊണ്ട് നമ്മളത് അങ്ങനെ വെറുതെ വിട്ടു മാത്രമല്ലോ. അതുപോലെ ഈ പ്രശ്നം നടക്കുമ്പോൾ ഒരാൾ ഓടിക്കൊണ്ട് വരുന്നു. പൊതുവെ ഈ അടുത്തുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് എത്തി നോക്കാൻ കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് വേഗം എത്തി നോക്കാം. പക്ഷെ അവർക്ക് എന്താ കാര്യം എന്നറിയില്ല. പിറ്റേ ദിവസം പോയിട്ട് വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം അവളുടെ ബ്രദർ വന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്റെ അടുത്ത് ഏട്ടൻ കൊണ്ട് പറഞ്ഞു. അപ്പൊ എന്തേ ചോദിച്ചു. ഒന്നും അറിയില്ല. അയ്യോ എന്റെ അടുത്ത് വന്നിട്ട് ഏട്ടൻ കൊണ്ട് പറഞ്ഞപ്പോ എന്തേ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അവളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടി ചോദിച്ചു. അപ്പോൾ വായിച്ചു പറഞ്ഞു എന്താ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, അവൾക്ക് 18 വയസ്സായ ഒരു കുട്ടിയാണ്, അവൾ ഞങ്ങൾ പോകേണ്ട പറഞ്ഞു ഞങ്ങളുടെ ഒപ്പം വരണം പറഞ്ഞതിൽ എന്തപ്പോൾ തെറ്റെന്താ ഞങ്ങൾ കൊണ്ടുപോയതിൽ ചോദിച്ചു. അപ്പം അല്ല എന്നാലും നിങ്ങൾ പറഞ്ഞ് ഇതാക്കണ്ടല്ലോ എന്നിട്ട് ഉരുണ്ടും പറഞ്ഞു അടിച്ചു വിട്ടാ. ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടല്ലേടാ അവള് വന്നു പറഞ്ഞപ്പോ മിണ്ടാണ്ട് ആരെയും കേൾക്കൊണ്ട് തലയിൽ വിളിച്ചിട്ട് അങ്ങനെ തല വിളിച്ചിട്ട് പിന്നെ സംസാരിച്ചുകൊണ്ട് ആളങ്ങനെ പോയിട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വീട്ടിൽ വന്നു. രാത്രി പ്രശ്നം ഉണ്ടാവുന്നത്. എന്നിട്ട് തിരിച്ച് അല്ലടാ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അതായത് ഞങ്ങൾ തെറ്റിയല്ലെന്ന് അവൾക്ക് അറിയാം. അപ്പൊ അവള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോ ഞങ്ങളുടെ മുമ്പിലിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചല്ലടാ. അപ്പൊ അവര് നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പൊ അത് ആ കുട്ടിക്കാരന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോ ഞങ്ങളുടെ മുമ്പിലിട്ട് തന്നെ അവള് നല്ല രീതിക്ക് ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു ചിന്ത പോലും നല്ല തല്ലിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടാ. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വൈകിട്ട് വരുന്ന സമയത്ത് അവളുടെ വീട്ടിലെ ഫ്രണ്ടില് ആ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുക കരഞ്ഞിട്ട്. ആ തലേ ദിവസം നടന്ന പ്രശ്നത്തിൽ പിറ്റേ ദിവസം കരഞ്ഞു മുഖമൊക്കെ വീങ്ങി അവൾ അതിനുശേഷം നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട്. അതായത് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതായത് ചേച്ചി എനിക്ക് വയ്യ, പനി വരുന്ന പോലെ ഉണ്ട്, പിന്നെ അതുപോലെ ഫുഡ് കാര്യങ്ങളൊന്നും അവൾക്ക് കൊടുക്കണ്ടായിരുന്നില്ല കേട്ടാ. അവളൊരു മാതിരിയാണ് മുഖമൊക്കെ വീങ്ങി. അതായത് തല്ലിയിട്ട് അവൾക്ക് മൊത്തത്തിൽ ബോഡി പെയിനും കാര്യങ്ങളും നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു ഞങ്ങളുടെ. അതായത് ഞാൻ കാരണം നിങ്ങൾക്കും കൂടെ ഇതായില്ലേ, എന്തിനു നിങ്ങൾ വെറുതെ വിട്ടത്, തല്ലിക്കൂടാ അങ്ങനെ എങ്ങനെ അവര് മോള് പറയണ അച്ഛനെ തല്ലിക്കൂടെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. അച്ഛൻ അമ്മനെ പറഞ്ഞു, അമ്മനെയും പറഞ്ഞു. അതായത് അവൾ അത്രയും സഹിക്കാൻ പറ്റുന്ന അത്രയും ആ വീട്ടിൽ പൊതുവെ അവൾ ചെറുപ്പം മുതലേ അങ്ങനെ സഹിച്ച് വന്നിട്ടുണ്ട്. അതായത് അവളുടെ ഒരു അച്ഛനോ അമ്മയല്ലേ എന്നുള്ളൊരു ബേസിൽ അവള് മാക്സിമം ഒന്നും ഇതാവാണ്ട് കിട്ടിയാലും കുഴപ്പമില്ല മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ലാസ്റ്റ് അവളെ കൊണ്ട് തീരെ പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാനേ പറ്റുള്ള. ആ ഒരു ഇതും കൂടി കഴിഞ്ഞ് നല്ല രീതിക്ക് അവൾക്ക് തല്ലലും കാര്യങ്ങളും കൂടി അവളൊരു ഒറ്റപ്പെടുത്തി. എന്താണ് ഫുഡ് കൊടുക്കലില്ല, പിന്നെ അവളെ തന്നെ എന്താണ് കിടക്കാന് പുറപ്പ് കൊടുക്കണില്ല അല്ലേ, പുറപ്പ് കൊടുക്കല. അതുപോലെ ചൂലുകെട്ടും കൊണ്ട് തല്ലി അനുപ്പിക്കുക. പിന്നെ പിറ്റേ ദിവസം എന്താണ് ചവിട്ടിയിട്ടൊക്കെയാണ് അടുപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. സംഭവം ഞങ്ങളുടെ അടുത്ത് അവള് പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാൻ ഒരു ചാൻസും ഇല്ല. അവള് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇവള് വന്ന് വീട്ടിൽ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താ പറയാ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രീതിക്ക് വിഷമമാണ്. ഇവളിങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, നിനക്ക് ഇത്ര ഇവര് ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. അവരിങ്ങനെ ഉപദ്രവിക്കുകയാണെന്നുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് അതിലൊരു റോൾ ഇല്ലല്ലോ. വീട്ടുകാരല്ലേ വേണ്ടെന്നുള്ളൊരു ബേസ് തന്നെയാണ് ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അവിടെ മതിയായി. സത്യം പറഞ്ഞാൽ കൈവിട്ട അവസ്ഥയാണ് അവിടെ ഇരിക്കുമ്പോ. അപ്പൊ ചിങ്കുട് ഉറങ്ങുന്ന ടൈമിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്നിട്ട്. അപ്പൊ ചിങ്കുട് എണീറ്റു. അപ്പൊ അതാ ചിങ്കുടിനെയും കൂടെ കൂട്ടിയിരുന്നിട്ട് നേരെ സമ്മതിക്കൊന്നുമില്ല. അപ്പൊ അത് കാരണം ഞങ്ങൾ എന്തായാലും ഇപ്പൊ പുള്ളിയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അതിന്റെ ബാലൻസ് എടുക്കണല്ലോ. അപ്പൊ ഗൈസ് എന്താണ് അതിനുശേഷം അതായത് മലമ്പുഴന്റെ മുമ്പാണെന്നുണ്ടെങ്കിലും ഇവിടെ ഓൾറെഡി ഇറങ്ങണം പറഞ്ഞിട്ട് തന്നെയാണ് ഇവര് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ലേറ്റ് ആയി പോണത് കുറച്ച് നേരത്തെ ഇതും കൂടി ആയപ്പോ എന്താ വെച്ചാൽ അവൾക്ക് ഏകദേശം ഒരു വീട്ടിൽ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ഡെയിലി അവിടെ പ്രഷർ ഉണ്ട്. ഇതും കൂടെ ആയപ്പോ അവൾക്ക് നല്ല രീതിക്ക് പ്രഷർ ആയപ്പോ അവൾ എന്തായാലും വേറെ വഴിയില്ലെന്ന് അവര് ഇറങ്ങി. നമുക്കൊന്നും പറയാനും ഞാനൊന്നും പറ്റില്ല. അവള് ഇറങ്ങണേന്റെ രാവിലെ തന്നെ അവളുടെ അമ്മ വർക്കിന് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവളുടെ അമ്മ പറഞ്ഞു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇനി നീ ഇവിടെ എന്താണ് ഞാൻ വരുമ്പോഴേക്ക് കാണാൻ പാടില്ല, ഇറങ്ങി പൊയ്ക്കോന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് പോയത്. അപ്പൊ അവൾക്ക് നല്ലപോലെ ഫീൽ ആയിട്ടാണ്. അങ്ങനെ അവര് നേരെ ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ ഉപദ്രവിച്ചു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഇറങ്ങി വന്ന് വീട്ടുകാർക്ക് സമ്മതമില്ല. അപ്പോൾ അതിന്റെ ഒരു ബേസിലാണ് ഇവർ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവളുടെ വീട്ടുകാരനെ വിളിപ്പിച്ചു. അവര് വന്ന് അവളുടെ അടുത്ത് ചോദിച്ചു, വരണ്ടാ ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അവളുടെ കഴുത്തിലുള്ള ഒരു ചെയിൻ ഊരിയിട്ട് അവര് പറഞ്ഞു പോയില്ലോ. അതായത് സത്യം പറഞ്ഞ അവളൊന്നും അവളുടെ ഒരു ബേസിൽ അവന്റെ ഒന്നും
അവൾ എടുത്തിട്ട് പോയിട്ടില്ല കേട്ടോ. അതായത് എന്റെ കുറച്ച് ഷൂട്ടിന്റെയും കാര്യങ്ങളൊക്കെ കുറെ ഡ്രസ്സ് ഞാൻ മുന്നേ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് അവള് പോയിരിക്കുന്നത്. അതായത് അതിനു വേണ്ടി കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് സംഭവിച്ചാൽ ഇപ്പൊ കണ്ടിന്യൂ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷൂട്ടിന്റെ ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ഡ്രസ്സുകളാകുമ്പോൾ ആവശ്യമെന്ന് ചോദിച്ചാൽ ഒരു ടൈം ആകുമ്പോൾ ചേച്ചിക്ക് അതുപോലെ തന്നെ ആ കുട്ടിക്ക് പിന്നെ വേറെ കുറച്ച് പേർക്ക് കൊടുത്ത് ഡ്രസ്സ് ഒഴിവാക്കി. ഞാൻ അവരോട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ കൊടുത്ത് ഇവിടെ നിന്നല്ല അവർക്ക് കൊടുത്ത് അവളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് എടുത്തിട്ട് പോയിരുന്നത്. അവരിനെ ഒന്നും എടുത്തിട്ട് പോയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? പിന്നെ അതിന് ശേഷം കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. അപ്പൊ ഇനിയാണ് കാര്യം, അതായത് ഇനിയാണ് ഞങ്ങളെ കുറിച്ച് വരുന്നത്. അതായത് അവളുടെ പോയതിനുള്ള കാരണം ഞങ്ങളാണ്. മലമ്പുഴയ്ക്ക്, അതായത് അവളുടെ അച്ഛൻ്റെ അടുത്ത് ആര് ചോദിച്ചാലും അവര് മലമ്പുഴയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ ആ വീട്ടുകാരനെ സംബന്ധിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ ഒന്ന് പോയിട്ട് തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും വിടണം. അപ്പൊ ആ മലമ്പുഴ കാരണം വെച്ചിട്ട് നേരെ അത് തിരിച്ചിട്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇറങ്ങിയത്. കാരണം അവൾക്ക് അത്രയും തെറ്റിദ്ധരിപ്പിക്കാൻ ഏറ്റവും എളുപ്പ വഴി അതായിരിക്കും. കാരണം സ്വന്തം തെറ്റുകൾ മറച്ചിട്ട് മറ്റുള്ളവരുടെ തലയ്ക്ക് ഇടുക എന്നായിരുന്നു സംഭവം. മൊത്തത്തിൽ അതായിരുന്നു ഉദ്ദേശം. അത് എന്താ സംഭവിച്ചാൽ ഈ രാത്രി പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് ഒരാൾക്കും അവിടുത്തെ അറിയില്ല അല്ലേ ബാബേ? പിന്നെ അത് മാത്രല്ല ബേബി, നമ്മുടെ അടുത്ത് ആരും ഡയറക്റ്റ് വിട്ട് ഒരാൾ പോലും നമ്മുടെ അടുത്ത് അതെന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഒരാൾ പോലും കാണിച്ചിട്ടില്ല. അതൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു തലയെടുത്ത് നടക്കാൻ അവർക്ക് ഇതായതുകൊണ്ട് നേരെ ഡൈവേർട്ട് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടു. ഇവര് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും പറയുമ്പോ എല്ലാവരും വിശ്വസിക്കാം, അവര് കാരണമാണെന്ന് വിശ്വസിക്കുമല്ലോ. അപ്പൊ നേരെ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വിട്ടു. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവളുടെ മേലെ എന്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയാം ബേബി, അവളുടെ മേലെ തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവര് വീട്ടുകാരെ അത്രയ്ക്ക് ഉപദ്രവിച്ചത് കൊണ്ട് മാത്രമാണ് അവള് പോയത്. അതെ, അവരാണെന്നുണ്ടെങ്കിലും അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് വെച്ച് പറയാം, അവർക്ക് ഇത്ര പെട്ടെന്ന് ചെയ്യണം പിടിക്കണമെന്നും അവർക്കും പഠിക്കണമെന്ന് നല്ലപോലെ ആഗ്രഹമുണ്ട്. പിന്നെ അവനൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്ന് സെറ്റ് ആവണം. എല്ലാവരും ചിന്തിക്കുമല്ലോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായി നോക്കണം. അപ്പൊ ഞാൻ ഒന്ന് സെറ്റ് ആയിട്ട് ഒന്ന് കെട്ടാന്നുള്ള ഒരു ബേസിൽ തന്നെയായിരുന്നു അവനും. പക്ഷെ ഇവര് കാരണം അവർക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. വേറെ നിവൃത്തിയില്ലാണ്ട് ചെയ്യേണ്ടി വന്നു. അത് നേരെ അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വിട്ടിട്ടാണ് ഇപ്പൊ അവര് നല്ല പിള്ളേർ മുന്നേ പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ നടത്തി കൊടുക്കില്ലേ? ആ നടത്തി കൊടുത്തിട്ടുണ്ടാവും. വേറെ ആരെയും പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവും. അതായത് ഇതിപ്പോ എന്താ സംഭവിച്ചാല് ഇപ്പൊ ഞാനൊരിത് പറഞ്ഞല്ലോ. ഇപ്പൊ അവരിനായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. അതായത് ഇപ്പൊ ആ കുട്ടിയെ അവനായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കുട്ടി അവര് നമ്മളോടൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവര് വീട്ടുകാർ ഇവരായിട്ടുള്ള ഒരു പ്രശ്നമുള്ളൂ. ഞങ്ങളോട് പേഴ്സണലായിട്ട് ഒന്നും അവരൊരു ഉപദ്രവം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിതിക്ക് അവര് മിണ്ടണമെന്നുണ്ട് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കേണ്ട ആവശ്യം എന്താണ് അവിടെ ഉള്ളത്? പിന്നെ അത് മാത്രല്ലേ ബേബി, ഇപ്പൊ അവള് നമ്മുടെ സംസാരിച്ചു, നമ്മുടെ കൂടെ വന്ന് ഇരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മളെ ഫോൺ വിളിക്കുന്നു, നമ്മുടെ കൂടെയാണ് കൂടുതൽ ടച്ച് എന്ന് പറഞ്ഞ് നമ്മള് കാരണമാവണം. അവര് ചെയ്യണതെല്ലാം നമ്മള് കാരണമാവണമെന്നില്ലല്ലോ. അതെ, ഇപ്പൊ ഞാനും വായിച്ചും അതൊരു കാര്യമുണ്ട്. ഇത് നേരെ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങള് കാരണം എന്നുള്ള ഒരു ബേസിലാക്കിയല്ലോ. അതുപോലെ തന്നെ ഇത് സംസാരിക്കുന്ന ടൈമിൽ എല്ലാവരും പറയുന്നത് നമ്മളത് നോക്കാനില്ല. അതല്ലോ അതെ, ഇത് നേരെ ഉണ്ടായ സമയത്ത് നമ്മൾ ഒളിച്ചോടി എന്നുള്ളൊരു ഇതും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടി പോയതാണ്. അതുപോലെ തന്നെ അവരൊന്ന് വന്നിട്ട് അതായത് ഞങ്ങളുടെ കണ്ടിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇത് കാണുന്ന എല്ലാവരുടെ അടുത്തും പറഞ്ഞത് ഞങ്ങൾ ഒളിച്ചോടി പോയതല്ല, ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ മുടക്കിയിട്ട് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടത്തിയത്. അതെ, അതിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അവർക്ക് അതിന് താല്പര്യമില്ല, അവര് വന്നില്ല. അതല്ലാതെ ഞങ്ങള് എന്താ പറയാ, ഞാൻ വാവിച്ചിന് രാത്രി ഒന്ന് തൂക്കിയിട്ട് പോയിട്ട് വേറൊരാളോട് പോയി കല്യാണം കഴിച്ച അങ്ങനെയൊന്നുമല്ല. അന്തസ്സായിട്ട് പത്രികയോടൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ കഴിച്ചതിലോ അവൻ. അപ്പൊ ഞങ്ങൾ ഒളിച്ചോടി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു വഴിക്ക് ഒരു ന്യായമില്ലാത്തൊരു കാര്യം. ഞങ്ങൾ എന്താ പറയുക, വെഡിങ് എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ എല്ലാത്തിലും നോക്കി അറിയാം. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഒളിച്ചോടും? അല്ല, പക്ഷെ എനിക്ക് ഇതിലൂടെ എന്താ കടി മനസ്സിലായെന്നറിയോ, നമ്മൾ മാക്സിമം ഞങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് എന്ത് പറഞ്ഞാലും നമ്മുടെ തലയ്ക്ക് ഇടണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. അതെ, അപ്പൊ അതുപോലെ തന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിലും ഇവരിനെ എങ്ങനെയെങ്കിലും ക്ലീൻ ആയിട്ട് വെക്കണം. ഇതിന്റെ മേലെ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ വെക്കണം, നേരെ ഞങ്ങളുടെ തലയ്ക്ക് ഇടണം. അപ്പൊ ആ ഒരു രീതിയിൽ ഇവർക്ക് അവിടെ ഒരു എന്താ പറയാ, പാവങ്ങളായിട്ട് നല്ല പിള്ള ചമഞ്ഞ് നടക്കാലോ. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റുകാരുമായി, അവരൊന്നും ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലുമായി. ഞങ്ങൾ അപ്പൊ ഇട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് എന്താ, ഞങ്ങൾക്ക് ഒന്നാമത് സമയമില്ല. ഈ ഒരു ചല്ലിബില്ലി കേസിൽ പിന്നെ നടക്കുന്നത് ഞങ്ങൾക്ക് സമയമില്ല. സത്യം പറയുകയാണെങ്കിൽ
കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഇങ്ങനെയൊക്കെ ഞങ്ങളൊരു കാരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് എന്ത് സംഭവം അറിയോ, ഇവളുടെ അമ്മ കുറച്ച് പേരിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണു നമ്മളെ കുറിച്ചിട്ട്. അതായത് മൂപ്പരെന്തോ ഹോസ്പിറ്റലിൽ, ഇതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ എന്തോ കിടന്നിട്ടുണ്ട് തോന്നുന്നു ബേബി. അതിപ്പോ നമുക്കറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോ അവര് കാരനോട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത്, അവര് കാരനോട് എന്റെ മകൾ ഓടിപ്പോയത്. പിന്നെ അത് മാത്രമല്ല എന്റെ ഫാമിലിയിൽ കുറച്ച് എന്റെ അമ്മനെ കുറിച്ചിട്ടൊക്കെ ബാഡ് ആയിട്ട് സംസാരിച്ചിട്ട് ഒരാളുടെ അടുത്ത് 2-3 പേരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറയുമ്പോ അവര് നമ്മളുടെ അടുത്ത് വന്ന് പറയില്ല എന്നുള്ള ബോധമുള്ള ആൾക്കാരുടെ അടുത്ത് വേണ്ട ഇവര് പറയും. ആര് ചെയ്താലും അത് ഞങ്ങൾ ഇപ്പോഴും എത്തിക്കണ കുറെ സംഭവങ്ങളും കേൾക്കണതെല്ലാം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഞങ്ങൾ മാക്സിമം ഒതുങ്ങി പോണത് ഞങ്ങളുടെ ലൈഫ്. പക്ഷെ ഞാൻ ഇതിലൊരു കാര്യം കൂടി പറയാട്ടോ. എനിക്ക് പറയാനുള്ള മെയിൻ ഒരു കാര്യം, ഈ ശരിക്ക് ഈ വീഡിയോ എന്തായാലും ഇവരെല്ലാവരും അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ എന്തായാലും ഈ വീഡിയോ കിടന്ന് ഈ ലിങ്ക് കിടന്ന് കളിക്കും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പറയാണ്, മെയിനായിട്ട് അവൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ അവളുടെ ബ്രദർ തന്നെയാണ്. എന്താ വെച്ചാൽ അവൻ എന്താ പറയാ, അവൻ പറയേണ്ട ഒരു കാര്യം അവരുടെ അടുത്ത് പറയാതെ അതിന് നേരെ തിരിച്ചു വിട്ടതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം അത്രത്തോളം വഷളായി പോയത്. ആ പയ്യനെ കുറിച്ചിട്ട് ഇവൻ അവന്റെ അടുത്ത് പറയുന്നത് ബാഡ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ്. അവൻ അങ്ങനെ കഞ്ചാവ് മരുന്ന് വലിക്കല് കുടിക്കല് എന്നൊക്കെ വേണ്ട. പക്ഷെ അവനൊന്നും അങ്ങനെ ചെയ്യണ ആളേ. അതെ, അവൻ എന്താ പറയുക, ഞങ്ങൾക്ക് കോണ്ടാക്ട് ഉള്ളുണ്ട്. അവൻ നല്ലൊരു പയ്യൻ തന്നെയാണ്. പക്ഷെ ഇവനിക്ക് അവനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവൻ പലതും പറഞ്ഞിട്ട് വീട്ടുകാരനെ ഇതാക്കുകയാണെന്നാണ് സത്യമല്ലോ. അവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും നല്ലതൊന്നുമില്ല, എല്ലാവരും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, അതെ, ഇത് അവസാനിപ്പിക്കുക, ഒരുപാട് നീട്ടിക്കൊണ്ടായിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പേരിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് പറയാമെന്ന് തോന്നി പറഞ്ഞാണ്. അതായത് മെയിൻ ആയിട്ട് അവളുടെ വീട്ടുകാരനെയാണ് അവള് പെട്ടെന്ന് പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടുകാരനാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഓരോ വ്ളോഗുകളൊക്കെ ചിലവരിനെ കാണുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട്, ഞങ്ങള് ഇറങ്ങിപ്പോയതിനെ ഓർത്തിട്ട് സങ്കടപ്പെടുന്നു, പാരൻസിന് വേദനിപ്പിച്ചതിന് വേണ്ടിയിട്ട് കുറച്ച് പേരുടെ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. പക്ഷെ അതെങ്ങനെ അത് പറയണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങളും അതുപോലെ എന്താ പറയുക, ഇറങ്ങിയിട്ടല്ല, ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങൾ നല്ല രീതിക്ക് ഞങ്ങളുടെ ഒരു രീതിയിൽ ഞങ്ങൾ കെട്ടിയ ഒരാൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾ പാരൻസിന് ഇതാക്കിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ താല്പര്യം ഇല്ലാണ്ട് നിന്നതാണ് അവർ. അപ്പം അതുകൊണ്ടാണ് നമുക്കത് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിൽ 100% തെറ്റി പേരൻസിന്റെ മേലെയാണ്, അല്ലേ ബാബേ? അപ്പൊ അത് എന്താ പറയാ, നേരെ തിരിച്ചിട്ട് നമ്മള് അല്ലേ ബാബേ, ഒരേപോലെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അത് മാത്രമല്ലല്ലോ, അതായത് അവൾക്ക് ഉപദ്രവമില്ല അവളുടെ മെയിൻ സത്യം. ഉപദ്രവം പിന്നെ അവൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ടൈം ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കണ്ണിൽ കണ്ട കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഫീൽ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് വീട്ടുകാർ കാരണം തന്നെയാണ് അവര് പോയിരിക്കുന്നത്, അല്ലാണ്ട് ഞങ്ങള് കാരണമാണ്. ഞങ്ങള് കാരണം പറഞ്ഞ ഒന്നില്ലെങ്കിൽ ഞാൻ അമ്മയും ബേബി അച്ഛനും ആയിരിക്കണം, അല്ല ബേബി അവളുടെ കാര്യത്തിൽ ഇടപെടുക കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവളോട് സംസാരിച്ചു, അവള് കൂടെയുള്ള ആ ഒരു സംഭവങ്ങള് എല്ലാ കാര്യങ്ങളും അറിയാന്ന് വേണ്ടി നമ്മളാണ് കാരണം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ശരിയായ രീതിയല്ല ഇതെന്തായാലും. ഞങ്ങൾക്ക് ഈ ഒരു സംഭവം പറയണം, കാരണം അവര് ഇപ്പൊ അവിടെ നടക്കുന്നത് ഞങ്ങളുടെ തലയിൽ തൂക്കിയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇതെന്തായാലും വീഡിയോ കാണുമ്പോൾ ഞങ്ങളിത് ഇത്രത്തോളം ഡീറ്റെയിലായി പറയണമെന്നുണ്ടെങ്കിൽ അവള് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളത് പറയുന്നത്. അപ്പൊ അതിൽ ആ സത്യം ഉണ്ട്, അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഇല്ലാന്നുള്ളവര് പറഞ്ഞു നടക്കണ പോലെ നടന്നു. കാരണം ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചോദിച്ചാൽ ആരെന്ത് പറയണം ഞങ്ങൾ ഇതിൽ കൂടെ എടുക്കാറില്ല, ഞങ്ങളെല്ലാം വിട്ടുവിട്ടു. പക്ഷെ എന്റെ അമ്മന്റെ പേര് മെയിൻ ഇതിൽ വന്നത് കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം അമ്മനെ പറയേണ്ട തീരെ ആവശ്യമില്ല. കാരണം അമ്മന്റെ മക്കള് പറയുന്നത് ഞങ്ങൾ, അതായത് അമ്മന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അമ്മ ഇപ്പൊ ആരിനെയാണെന്നുണ്ടെങ്കിലും മക്കളെ പോലെ കാണാറ്. അപ്പൊ ആ കുട്ടി വീട്ടിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവളിനെയും ഒരു മകളുടെ സ്ഥാനത്ത് കണ്ടിട്ടാണ് വീട്ടിലിരിക്കുക, സംസാരിക്കുക, ഫുഡ് കൊടുക്കലും ഞങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ പ്രശ്നം നടക്കുമ്പോ അവള് കഴിച്ചിട്ടില്ല എന്ന് അറിയുകയാണെങ്കിൽ എന്റെ അമ്മയാണ് കേട്ടോ അവൾക്ക് ഫുഡ് നീ കഴിക്കും, നീ കഴിക്കാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, നീ ഫുഡ് കഴിക്കാൻ വേണ്ട എന്റെ അമ്മ തന്നെയാണ് ഫുഡ് കൊടുക്കുക. ഇപ്പൊ ആ ഫുഡ് കൊടുക്കണത് തെറ്റാണെന്ന് പറയില്ലേ ആൾക്കാര്? അത് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അവർക്കുള്ളത് അത് അവർക്ക് കർമ്മ. ഇതിന്റെ പേരില് എന്താ പറയാ ചൊറികുത്തി നടക്കണ കുറെ എണ്ണം ഉണ്ട്. അവന്റെ വീട്ടിൽ ഇതേ സംഭവങ്ങളൊക്കെയാണ് നടക്കണത്. പക്ഷെ അവർക്ക് അറിഞ്ഞിട്ടും ചില ആൾക്കാർ മറച്ചു വെച്ച് നടക്കണം. അവരുടെ മക്കൾക്കും ആൾക്കാരുണ്ടല്ലോ, അല്ലേ? അവര് മറച്ചു വെച്ചിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ആരും സ്നേഹിക്കാത്ത ആൾക്കാരായിട്ട് ആരും ഇല്ല, റെയർ ആയിരിക്കും. അതെ, റെയർ ആയിരിക്കും ഇപ്പൊ സ്നേഹിക്കാത്ത ആൾക്കാർ. അപ്പൊ ആരും കുറ്റം പറയാൻ പിടിക്കാനില്ല. അവനവൻ സ്നേഹിക്കുന്ന അവനവൻ സ്നേഹിച്ച് കെട്ട് നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിൽ മീതം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ നല്ലവനാവാന്നുള്ളൊരു ഇതൊന്നും അവിടെ ഇല്ല. മനസ്സിലായത് എന്താണെന്നറിയോ, അവളോട് നമ്മളെ മാക്സിമം ഒന്ന് കുഞ്ഞിഷ്ടൊക്കെ അതായത് ഇപ്പൊ ഞങ്ങളെ ഒന്നും പറയാൻ കിട്ടില്ല. കാരണം എല്ലാരും വിചാരിച്ചു 1 വർഷം കഴിഞ്ഞിട്ട്
ഞങ്ങൾ രണ്ടു വഴിക്ക് പോകുന്നു. അതാർക്കും നടന്നില്ല. അപ്പോൾ അതൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു മാറ്റർ എടുത്തിട്ടാണ്. അപ്പോൾ കേസ് എന്നാലും വീഡിയോ കുറച്ച് ലെങ്ത് ആയി തോന്നുന്നു, അറിയില്ല. അപ്പം എന്തായാലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തോ, വെറുതെ ഒരാളെ പൈസ ഓർത്തോ, നിങ്ങളുടെ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവനെ കരുവാക്കരുത്. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇനി അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കാണാം. എന്താ ബേബി? അത്രേ ഉള്ളൂ.